ഓം ശാന്തി. കുറേ ആളുകളുടെ ചോദ്യമാണ് നെഗറ്റീവ് എനർജി വീട്ടിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്, എങ്ങനെ ഒഴിവാക്കണമെന്ന്. ഇതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ നെഗറ്റീവ് എനർജി എന്ന് പറയുന്നത് രണ്ട് വിധത്തിലുണ്ട്. ഒന്ന്, വീട് പൂർണ്ണമായിട്ട് ശുദ്ധീകരിച്ചില്ല എങ്കിൽ, നിങ്ങൾ പുറത്തു പോയിട്ട് എത്ര തന്നെ പൈസ സമ്പാദിച്ചു കൊണ്ടുവന്നാലും ഇരിക്കുന്ന സ്ഥലം ക്ലീൻ അല്ല, നീറ്റല്ല എങ്കിൽ സ്വാഭാവികമായിട്ടും അത് നെഗറ്റീവ് ഉണ്ടാക്കുക തന്നെ ചെയ്യും. ഒരു മുട്ട ചീഞ്ഞാൽ അതിന്ന് നാറ്റുണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമല്ലേ. അഴുക്ക് കൂടി കിടക്കുമ്പോൾ, പൊടി ഉണ്ടാകുമ്പോൾ ഇതൊക്കെ നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ എന്തായാലും നെഗറ്റീവ് എനർജി ഉണ്ടാക്കുക തന്നെ ചെയ്യും. അതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഈവൻ ദോ നിങ്ങൾ ജോലിക്ക് പോകുന്ന ആൾക്കാരാണെങ്കിൽ ഒരാഴ്ചയിൽ 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ സമയം വീട്ടിൽ അമ്മയും അച്ഛനും മക്കളും എല്ലാവരും കൂടിയിട്ട് നിങ്ങളുടെ വീട് വൃത്തിയാക്കുക എന്നുള്ളൊരു ആഘോഷമാക്കി മാറ്റും. വീട് എല്ലായിടത്തും പൊടിയെടുക്കാൻ, ജനലും വാതിലും എല്ലാ സാധനങ്ങളും വെച്ച മേശയുടെ അടിയിലോ കട്ടിലിൻ്റെ അടിയിലോ എവിടെയെങ്കിലുമൊക്കെ പൊടിയുണ്ടെങ്കിൽ എല്ലാം അടിച്ചു തുടച്ച് ക്ലീൻ ആക്കാൻ വേണ്ടിക്കൊണ്ട് അതൊരു ഉത്സവമാക്കി മാറ്റുക. അന്ന് എന്തെങ്കിലുമൊക്കെ ഒരു സ്പെഷ്യൽ ഐറ്റം നിങ്ങൾ ഉണ്ടാക്കുക, കഴിക്കുക. അങ്ങനെ ഒരു ദിവസത്തെ ആഴ്ചയിൽ 2 മണിക്കൂർ നിങ്ങളെല്ലാവരും ഒത്തുചേർന്ന് ആനന്ദിക്കുന്ന ഒരു ഉത്സവമാക്കിക്കൊണ്ട് ക്ലീനിങ് മാറ്റുകയാണെങ്കിൽ പോസിറ്റീവ് എനർജിയും നിറയും, വീട്ടിനുള്ളിൽ എല്ലാ നെഗറ്റീവ് എനർജിയും അവിടെ നിന്ന് പോവുകയും ചെയ്യും. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. പോട്ടെ, നിങ്ങൾക്കെല്ലാം ആഴ്ചയിൽ 1 പ്രാവശ്യവും പറ്റില്ല എങ്കിൽ മാസത്തിൽ 1 പ്രാവശ്യമെങ്കിലും നിർബന്ധമായിട്ടും ഇത്തരത്തിൽ വീട് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. അലമാരികളുടെ മേൽഭാഗത്ത്, അലമാരികളുടെ അടിഭാഗത്ത്, കട്ടിലിൻ്റെ അടിയിൽ, ബുക്ക് അട്ടിവെച്ച സ്ഥലത്ത്, നമ്മുടെ ഷോക്കേസുകളുടെ ഉള്ളിൽ മാറാലയും പൊടിയും വന്ന് കിടക്കുന്നുണ്ടെങ്കിൽ അത് ഒന്നാമത്തെ നെഗറ്റീവ് എനർജിയാണ്. അടുക്കളയിലെ സാധനങ്ങൾ പൂപ്പൽ വന്നിട്ടോ അല്ലെങ്കിൽ ചീഞ്ഞിട്ടോ കിടക്കുന്നുണ്ടെങ്കിൽ നെഗറ്റീവ് എനർജി തന്നെയാണ്. ഇതിനെയൊക്കെ ഇല്ലാണ്ടാക്കുക എന്നുള്ളത് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം. വീടും വീടിൻ്റെ പരിസരവും ശുചിയാക്കി വെക്കുക, വൃത്തിയാക്കി വെക്കുക, വെളിച്ചമുള്ളതാക്കി വെക്കുക. ഇതൊക്കെ തന്നെ നമ്മുടെ വീട്ടിലേക്ക് പോസിറ്റീവ് എനർജീനെ കൊണ്ടുവരാനും നെഗറ്റീവ് എനർജീനെ ഒഴിവാക്കാനും വേണ്ട കാര്യം. ഇനി രണ്ടാമത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് സ്ഥൂലമായിരിക്കുന്ന രീതിയിൽ ഇത്തരത്തിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടും എന്തോ ഒരു അണീസിനെസ് നമുക്ക് ഫീൽ ചെയ്യുന്നു. പലപ്പോഴും നമുക്ക് എന്താ തോന്നുക, അകാരണമായിരിക്കുന്ന ക്ഷീണം, വേണ്ടാത്ത കാര്യങ്ങൾക്ക്, കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് പോലും വലിയ രീതിയിലുള്ളതായിട്ടുള്ള സംഘർഷങ്ങൾ ഉണ്ടാകുക. തമാശ പറയുമ്പോൾ പോലും ആരെങ്കിലും ഒരാളെ തമാശ പറഞ്ഞാൽ പെട്ടെന്ന് അവിടുന്ന് അത് സീരിയസിലേക്ക് മാറുക. അന്തരീക്ഷം അകാരണമായിക്കൊണ്ട് സന്തോഷത്തിൽ നിന്ന് സന്താപത്തിലേക്ക് മാറുന്ന അവസ്ഥകൾ വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുന്നുണ്ടെങ്കിൽ അവിടെ എന്തോ ഒരു നെഗറ്റീവ് എനർജിയുടെ പ്രഭാവമുണ്ട് എന്നർത്ഥം. അപ്പോൾ ഒന്നാമത്തെ കാര്യം ചെയ്യേണ്ടത്, നമ്മുടെ ഈശ്വരീയ വിശ്വവിദ്യാലയം പഠിപ്പിക്കുന്ന മെഡിറ്റേഷൻ. നിങ്ങൾക്കറിയാലോ, സൂര്യൻ വന്നു കഴിഞ്ഞാൽ അവിടെ ഇരുട്ടിൻ്റെ അംശം ഉണ്ടാവില്ല, പൂർണ്ണമായ വെളിച്ചം വരും നമ്മുടെ വീട്ടിലേക്ക്. ആ ജ്ഞാന സൂര്യനായ സർവശക്തനായ ഭഗവാനെ ആഹ്വാനം ചെയ്യുക. സന്ധ്യയ്ക്കും രാവിലെയും വീടിൻ്റെ ഉള്ളിൽ മെഡിറ്റേഷൻ ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ വീടിൻ്റെ എനർജീനെ പവർഫുൾ ആൻഡ് പോസിറ്റീവ് ആക്കാൻ സഹായിക്കുന്ന ഘടകം. പ്രത്യേകിച്ച് എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഫീൽ ചെയ്യുന്നെങ്കിൽ രാവിലെ ജ്ഞാനസൂര്യൻ്റെ കിരണങ്ങളെ, ഈശ്വരനെ ജ്ഞാനസൂര്യനായി വീട്ടിലേക്ക് വിളിക്കുക. ആ ജ്ഞാനസൂര്യൻ്റെ കിരണങ്ങൾ വീടിൻ്റെ ചുറ്റും ഒരു കവചമായി മാറുന്നു. ആ വെള്ളി വെളിച്ചം നിങ്ങളുടെ വീടിൻ്റെ ചുറ്റും, ഒന്നുകിൽ സ്വർണ്ണ വെളിച്ചം അല്ലെങ്കിൽ വെള്ളി വെളിച്ചം, വീട്ടിൽ മുഴുവൻ പ്രകാശപൂരിതമാക്കുന്നതായി സങ്കല്പിക്കുക. ഒരു കവചം പോലെ കാണുക. ഉച്ചയ്ക്ക് തീർച്ചയായിട്ടും സർവശക്തിവാന്റെ കിരണങ്ങളെ അത് വെള്ളി വെളിച്ചം പോലെ പ്രകാശപൂരിതമാക്കുന്നത് കാണുക. സന്ധ്യാസമയത്ത് ഈശ്വരൻ്റെ കിരണങ്ങളെ, സർവശക്തനായ ഭഗവാന്റെ കിരണങ്ങളെ ചുവന്ന പ്രകാശവലയമായി വീട് മുഴുവൻ നിറയുന്നതായി കാണുക. രാത്രിയാകുമ്പോൾ നിലാവിൻ്റെ നിറത്തിൽ വീട് മുഴുവൻ പ്രകാശപൂരിതമാകുന്ന ഭഗവാന്റെ കിരണങ്ങൾ കാണുക. ഈ 4 നേരത്ത് കാണുമ്പോൾ നമ്മുടെ മനസ്സും ഊർജ്ജസ്വലാവും, വീടിൻ്റെ ചുറ്റും ഒരു കവചം ഉണ്ടാവുകയും ചെയ്യും. ഇനിയും നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് തോന്നുന്നെങ്കിൽ കുറച്ച് കാര്യങ്ങൾ, സ്ഥൂലമായി ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. സപ്പോസ് മെഡിറ്റേഷൻ പവർഫുൾ അല്ല എങ്കിൽ, നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ അപ്പോൾ ചെയ്യേണ്ട കുറച്ച് വിധികൾ കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം, നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ ഇരുട്ട് നിറഞ്ഞ സ്ഥലങ്ങളിൽ, നെഗറ്റീവും ഇരുട്ടും സെയിം അല്ലേ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം, നമ്മൾ നമ്മുടെ വീടിനുള്ളിൽ നിലത്തിരിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചെറിയ മൂടയോ എന്തെങ്കിലും വെച്ച്, ചെറിയ സ്റ്റൂളോ വെച്ചിട്ട് അതിൻ്റെ മേലിരുന്നിട്ട് നിലത്ത് ഭൂമിയിൽ കൈ തൊട്ടുന്ന രീതിയിൽ ഇങ്ങനെ കൈകൊട്ടുക 3 പ്രാവശ്യം. നല്ല ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് 1 2 3 ഇങ്ങനെ കൈകൊട്ടുക. അത് കഴിഞ്ഞ ശേഷം നിങ്ങൾ എഴുന്നേറ്റ് കസേരയിൽ ഇരുന്നിട്ട് ആ റേഞ്ചിൽ 1 2 3 എന്ന് കൈകൊട്ടുക. എഴുന്നേറ്റ് നിന്നിട്ട് നമ്മുടെ അതേ ഹൈറ്റിൽ ഇങ്ങനെ 1 2 3 എന്ന് കൈകൊട്ടുക. 3ാമത്തെ പ്രാവശ്യം നമ്മുടെ കൈ നന്നായിട്ട് ഉയർത്തിയിട്ട് ഇങ്ങനെ മേലെ കൊണ്ടുവന്നിട്ട് 1 2 3 എന്ന് കെട്ടുക. ഇത് കൊട്ടുന്ന സമയത്ത് എന്ത് സങ്കല്പിക്കണം,
വീട്ടിലൊരു സ്ഥലത്ത് കൊട്ടുകയാണെങ്കിൽ, ഇപ്പോൾ ഈ ഒരു ഹാളിലാണ് ഞാൻ കൊട്ടുന്നതെങ്കിൽ ഇതിൻ്റെ 4 മൂലയ്ക്കിലും പോയി നിന്നിട്ട് നിങ്ങൾ കൊട്ടണം. ആ സമയത്ത് സങ്കല്പിക്കണം, ഈ വീടിനുള്ളിൽ എന്തെങ്കിലും മറ്റു എനർജി ഉണ്ടെങ്കിൽ അത് സ്പേസിലേക്ക് പോയിക്കൊണ്ട് ഞങ്ങളുടെ വീട് ഞങ്ങൾക്ക് താമസിക്കാനുള്ള ഇടമാണ്, സന്തോഷത്തിൻ്റെ ഇടമാണ്, ഇതിനെ ഫ്രീ ആക്കി തരൂ എന്ന് റിക്വസ്റ്റോട് കൂടിയിട്ട് ഇങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ നമ്മൾ അമ്പലത്തിൽ മണി കൂട്ടുന്ന മണി കണ്ടിട്ടില്ലേ, ആ മണിനാദം അത് ഭയങ്കര പോസിറ്റീവ് എനർജിയാണ്. അതുകൊണ്ട് മണീനെ എല്ലാ റൂമിലും പോയിട്ട് ഇതുപോലെ 3-4 സ്ഥലത്ത് 3 പോയിന്റിലാക്കി, ഏറ്റവും താഴത്ത് തൊട്ട് മേലെ നമ്മൾ ഇരിക്കുന്ന പൊസിഷനിൽ, നിൽക്കുന്ന പൊസിഷനിൽ മേലെ ഉയർത്തിയിട്ട് 4 സ്ഥലത്തും വീടിന് 4 ഭാഗത്തും മടിയണിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് നെഗറ്റീവ് എനർജിനെ. പക്ഷെ ഇതൊക്കെ ചെയ്യുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, അതിൻ്റെ ഒപ്പത്തിനൊപ്പം നമ്മുടെ മനസ്സിലെ സങ്കല്പങ്ങൾ വളരെ ആവശ്യമായിട്ടുള്ള ഘടകമാണ്. ഇതും നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ വീടിൻ്റെ ഉള്ളിൽ അഥവാ ആരെങ്കിലും ഒരു തെറ്റ് ചെയ്തുവെങ്കിൽ, ഒരാളെ കയ്യിൽ നിന്ന് ഒരു മിസ്റ്റേക്ക് സംഭവിച്ചുവെങ്കിൽ, ഒരാൾ ദേഷ്യപ്പെട്ടു അല്ലെങ്കിൽ പിണങ്ങി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു കാര്യം, എന്തെങ്കിലും ഒരു ചീത്ത ശീലം തന്നെ ഉണ്ടായി എന്ന് വിചാരിക്കുക. ആ കാര്യത്തെ എല്ലാവരും വർണ്ണിച്ച് ഫോൺ ചെയ്ത് എല്ലാവരോടും പറഞ്ഞ് എല്ലായിടത്തും വർണ്ണിച്ച് അതിനെ വലുതാക്കിക്കൊണ്ടേയിരിക്കരുത്. അത് വീടിൻ്റെ അന്തരീക്ഷത്തെ വളരെ മോശമാക്കി കളയും. സപ്പോസ് ഒരാളുടെ കയ്യിൽ നിന്ന് തെറ്റ് പറ്റിയാൽ അത് അവരുടെ കയ്യിൽ നിന്ന് തെറ്റുപറ്റി, പക്ഷേ എൻ്റെ കുട്ടിയാണല്ലോ, അല്ലെങ്കിൽ എൻ്റെ മോനല്ലേ, എൻ്റെ മോളല്ലേ, അല്ലെങ്കിൽ എൻ്റെ സഹോദരനല്ലേ, സഹോദരിയല്ലേ, എൻ്റെ ആളോ എന്ന് സംഭവിക്കും. അത് എൻ്റെ തെറ്റ് എന്ന് വിചാരിച്ചുകൊണ്ട് അതിനില്ലാതാക്കാൻ വേണ്ടതായിരിക്കുന്ന എനർജി എന്താണോ, തോട്ട് എന്താണോ അത് ക്രിയേറ്റ് ചെയ്ത് അതിലൊരു പ്രത്യേകം ശ്രദ്ധ നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ, അങ്ങനെ ഒരാളെ സംബന്ധിച്ചിടത്തോളം അവരും നല്ല ആളാണ്, അവർ നല്ല കുട്ടിയാണ്, അവൻ അങ്ങനെ ഒന്നും ചെയ്യില്ല, നല്ല മിടുക്കനാണ്, നന്നായിട്ട് പഠിക്കും, അല്ലെങ്കിൽ നന്നായി സംസാരിക്കും, നന്നായി പെരുമാറും, വേണ്ടാത്ത സാധനമൊന്നും ഉപയോഗിക്കില്ല. ഇങ്ങനെ എന്താണോ അവരുടെ സിറ്റുവേഷൻ, അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ബെസ്റ്റ് പാർട്ട് എന്താണോ അത് അവനാണ് അല്ലെങ്കിൽ അവളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് ആഹാരം കൊടുക്കുമ്പോൾ, വെള്ളം കൊടുക്കുമ്പോൾ നിരന്തരമായിട്ട് കൊടുക്കുകയും നമ്മൾ പരസ്പരം അവർക്ക് ആ വൈബ്രേഷൻ കൊടുക്കുകയും അവൻ നല്ലവനാണ് എന്ന് നമ്മളോട് ആദ്യം പറയണം. വായ കൊണ്ടല്ല, ഹൃദയം കൊണ്ട് പറയണം. എന്നിട്ട് ആ എനർജി വീടിനുള്ളിൽ നിറയ്ക്കുക. ഇനി അഥവാ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് സംഭവിച്ചുവെങ്കിൽ പരസ്പരം ക്ഷമിക്കാനുള്ള ഒരു മനസ്സ് കാണിക്കുക. ആഹാരത്തിൽ എന്തെങ്കിലും കുറവ് വന്നുവെങ്കിൽ അത് എന്നും ഒരുപോലെ കുക്ക് ചെയ്യുമ്പോൾ ഉണ്ടായിക്കൊള്ളുന്നില്ലല്ലോ, എന്നും സാരമില്ല, ഇത് നമുക്ക് എന്നും ടേസ്റ്റിൽ കഴിക്കുന്നതല്ലേ, നമുക്ക് ഇങ്ങനെ കഴിക്കാം. ഇങ്ങനെ എല്ലാത്തിലും ഒരു അഡ്ജസ്റ്റിംഗ് മൈൻഡ് മെൻറ്റാലിറ്റി ആ താമസിക്കുന്ന ആളുകൾക്കിടയിൽ ഉണ്ട് എങ്കിൽ ആ വീടിനുള്ള സംഘർഷം കുറയും. സംഘർഷം കുറയുമെങ്കിൽ നെഗറ്റീവ് എനർജിക്ക് അവിടെ വരാനേ സാധ്യമല്ല. സ്നേഹത്തിൻ്റെ വൈബ്രേഷനുള്ളിൽ ഒരു നെഗറ്റീവ് എനർജിക്ക് നിൽക്കാൻ പറ്റില്ല. സന്തോഷത്തിൻ്റെ എനർജി എന്ന് പറയുന്നത് പോസിറ്റീവ് എനർജിയാണ്. അത് പ്രകാശം പരത്തിക്കൊണ്ടേയിരിക്കും. അവിടേക്ക് നെഗറ്റീവിന് കയറി വന്നാൽ പോലും നിൽക്കാൻ സാധ്യമല്ല, അത് ഓടിപ്പോയിക്കോളും. വെളിച്ചം ഇരുട്ടിന് സാധ്യമല്ല എന്ന് പറഞ്ഞ പോലെ പോസിറ്റീവ് എനർജികൾ നെഗറ്റീവ് എനർജിക്ക് ആവില്ല. നിങ്ങൾ സ്വയം നിങ്ങളുടെ ഊർജ്ജ മണ്ഡലത്തെ പവർഫുൾ ആക്കുക, നമ്മുടെ വീടിൻ്റെ ഊർജ്ജ മണ്ഡലത്തെ പവർഫുൾ ആക്കുക. പിന്നെ സന്ധ്യാസമയത്ത് ഇനി അങ്ങനെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എങ്കിൽ മാത്രം നിങ്ങൾ സന്ധ്യയ്ക്ക് നമ്മൾ വീട്ടിലൊക്കെ പുകയ്ക്കില്ലേ, കുന്തിരിക്കം പുകയ്ക്കുക, അല്ലെങ്കിൽ സാമ്പ്രാണി പുകയ്ക്കുക, അഷ്ടഗന്ധം പുകയ്ക്കുക, ചന്ദനത്തിരി കൊളുത്തി വയ്ക്കുക. അങ്ങനെ പുകയ്ക്കുന്ന കൂട്ടത്തിൽ ചെറിയ ചാണകം ഉണ്ടല്ലോ, നമ്മൾ ചെടിക്കിടാൻ വേണ്ടി ഉണക്ക ചാണകം വാങ്ങില്ലേ, കുഞ്ഞു കുഞ്ഞു കഷ്ണമായിട്ട്, അങ്ങനത്തെ ഒരു കഷ്ണം ആ പുകയ്ക്കുന്നതിലിട്ടിട്ട് വീടിൻ്റെ എല്ലാ ഭാഗത്തും ആ ഒരു പുക കൊടുക്കുക. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ആ ഒരു നെഗറ്റീവ് എനർജിയുടെ എന്തെങ്കിലും പ്രസൻസ് ഉണ്ടെങ്കിൽ അവിടെ നിന്ന് പോകും. പക്ഷേ ഇങ്ങനെ പുകയ്ക്കുക അല്ലെങ്കിൽ നമ്മൾ ശബ്ദം ഉണ്ടാക്കി നെഗറ്റീവിന് ഒഴിവാക്കാൻ വേണ്ടിക്കൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു കർമ്മം ചെയ്യുകയാണെങ്കിൽ ആ സമയത്ത് നിങ്ങളുടെ വീടിൻ്റെ ജനലും വാതിലൊക്കെ ഒന്ന് തുറന്നിട്ടിട്ട് സന്ധ്യാസമയത്ത് ആ പുക വീടിൻ്റെ ഉള്ളിൽ നിറഞ്ഞു കഴിയുമ്പോൾ വീണ്ടും നിങ്ങൾ വാതിലും ജനലൊക്കെ അടച്ചോളൂ. കൊതു കയറാതിരിക്കാൻ സേഫ് ആക്കുന്നതൊക്കെ നല്ലതാണ്. പക്ഷേ ഇങ്ങനെ ഒന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ ചെയ്യണം. പ്രത്യേകിച്ച് നമ്മൾ പുകയ്ക്കുന്നുണ്ടെങ്കിൽ കട്ടിലിൻ്റെ അടിയിൽ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊരു മേശയുണ്ട് അതിൽ കവറിട്ടിരിക്കുകയാണ്, അതിൻ്റെ അടിയിൽ കുറച്ച് സ്പേസ് ഉണ്ടെങ്കിൽ അവിടേക്ക്, അങ്ങനെയുള്ള സ്ഥലത്തേക്കൊക്കെ ആ പുക ആക്കിക്കൊണ്ട്. പക്ഷേ അപ്പോഴെല്ലാം ഒരു കാര്യം മനസ്സിലാക്കുക, ഈ സാധനത്തിനൊപ്പം നമ്മുടെ മനസ്സാണ് പ്രാധാന്യം. മനസ്സിലെ സങ്കല്പത്തിൽ എന്ത് എനർജി ആണെങ്കിൽ അതൊക്കെ പുറത്തേക്ക് പോയി എൻ്റെ വീട് ഇപ്പോൾ സേഫായി സുരക്ഷിതമായി, ഇവിടെ പോസിറ്റീവ് എനർജി മാത്രമേ ഉള്ളൂ, അവരോട് പോകാൻ റിക്വസ്റ്റ് ചെയ്യുക, പോസിറ്റീവ് എനർജി എന്ന് സങ്കല്പിക്കുക. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ ഉള്ളിൽ നിന്ന് നെഗറ്റീവ് എനർജിനെ ഇല്ലാതാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അങ്ങനെ സാധിക്കട്ടെ എന്ന് ഞാൻ സർവശക്തനായ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി.